പി സ്കൂളിന് IS ബന്ധമുണ്ട് എന്നാണ് പിന്നെ ഒരു ആരോപണം. ആരോപണത്തിൽ തെളിവെന്താ? ഒന്നാമത്തേത്, ISലേക്ക് പോയി എന്ന് പോലീസ് പറയുന്ന മറിൻ എന്ന കുട്ടി ഇവിടെ പഠിപ്പിച്ചിരുന്ന ഒരു മാസം. രണ്ടാമത്തേത്, ശ്രീനഗറിൽ നിന്നും അതേപോലെ തന്നെ ഹൈദരാബാദിൽ നിന്നെല്ലാം കള്ളപ്പണം വന്നിട്ടുണ്ട്. മൂന്നാമത്തേത്, ISലേക്ക് പോയിട്ടുള്ള അബ്ദുൾ റാഷിദ് ഇവിടെ പഠിപ്പിച്ചിരുന്നയാളാണ്. യഥാർത്ഥത്തിൽ ഇത് മൂന്നും അടിസ്ഥാനരഹിതമായ വാദങ്ങളാണ്. ഒന്നാമത്തേത്, മറിൻ എന്ന കുട്ടി ഇവിടുത്തെ KG സ്കൂളിൽ ജോലി എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് വന്നിരുന്നു. അവര് തമ്മനത്ത് താമസിക്കുന്ന കുട്ടിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ചക്കരപ്പറമ്പിലുള്ള KG സ്കൂളിൽ വല്ല ജോലിയുമുണ്ടോ എന്ന് അന്വേഷിച്ച് വന്നിരുന്നു. പക്ഷെ അവിടെ അന്ന് ടീച്ചേഴ്സിന്റെ പോസ്റ്റ് വേക്കൻസി ഇല്ല. എന്നാൽ അവരുമായി സംസാരിച്ചപ്പോൾ അവരുടെ ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യം കണ്ടപ്പോൾ ഞങ്ങളുടെ മറ്റേ സ്കൂളിൽ വന്നാൽ അവിടെ ഇന്റർവ്യൂ തന്നാൽ അവിടെയൊക്കെ പറ്റുമെങ്കിൽ നമുക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തത്തപ്പള്ളിയിലുള്ള സ്കൂളിലേക്ക് അവർ വരുന്നത്. അങ്ങനെ തത്തപ്പള്ളിയിലുള്ള സ്കൂളിൽ വന്നു, അവരെ ഇന്റർവ്യൂ എടുത്തു. അതേപോലെ തന്നെ അവർ ഡെമോ ക്ലാസ് നടത്തി. ഒരു ദിവസം അവര് പോയി അവിടുന്ന്. എന്നിട്ട് അവർ പറഞ്ഞു, വളരെ ദൂരെയാണ് തമ്മനത്ത് നിന്ന് തത്തപ്പള്ളിയിലേക്ക് വരാൻ, അതുകൊണ്ട് തന്നെ ഞാൻ ജോയിൻ ചെയ്യുന്നില്ല. ഇതാണ് സംഭവം. ഇങ്ങനെ ഞാൻ ജോയിൻ ചെയ്യണില്ല, ഇവിടെ ജോയിൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പോയ ആൾ അവരൊരു മാസം ഇവിടെ പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിന് IS ബന്ധമുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അത് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ പലതവണ ബോധ്യപ്പെടുത്തിയതാണ്. അങ്ങനെ അവരിവിടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റോളിലുണ്ടാകും, അവർക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടാകും, അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതൊരു നല്ല ശാസ്ത്രീയമായി നടക്കേണ്ട സ്ഥാപനമാണ്. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത്, ശ്രീനഗറിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും പണം വന്നിട്ടുണ്ടെന്നാണ്. എന്താ തെളിവ്? ശ്രീനഗറിലെ ATMൽ നിക്ഷേപിച്ചിട്ടുണ്ട് 2 ലക്ഷം രൂപ. ഹൈദരാബാദിലെ ATMൽ പീസ് സ്കൂളിന്റെ പേരിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതാണ് കള്ളപ്പണം. നമ്മൾ മനസ്സിലാക്കി നോക്കുക. യഥാർത്ഥത്തിൽ കോടികളുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ സ്ഥാപനം, കോടികൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്ഥലവും ബിൽഡിംഗും എല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ 3 ലക്ഷം രൂപ കള്ളപ്പണം വന്നിട്ടുണ്ട്. ഇതിനെന്താ തെളിവ്? ATMൽ ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ അത് പച്ചക്കള്ളമാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവം വേറൊന്നുമല്ല. ഞങ്ങൾക്ക് 2 അക്കൗണ്ട് ഉണ്ട് ഇവിടെ. ഒന്ന് ഫെഡറൽ ബാങ്കിലാണ്, മറ്റൊന്ന് ആക്സിസ് ബാങ്കിലാണ്. ഞങ്ങളൊരു സ്ഥാപനത്തിന് ഇവിടെ നിന്നുള്ള ഒരു സാധനം വാങ്ങിയതിന് ചെക്ക് കൊടുത്തിരുന്നു. ആ ചെക്ക് കൊടുത്ത ദിവസം ഞങ്ങളുടെ ഒരു പ്രത്യേക ബാങ്കിലുള്ള അക്കൗണ്ടിൽ പണമില്ല. അപ്പോ അന്ന് ആ ദിവസം പണം അവിടെ വേണം. ആ പണം വേണമെങ്കിൽ ചെക്ക് കൊടുത്താൽ പറ്റൂല. അപ്പോ ഒരു ATMൽ നിന്ന് എടുത്ത് മറ്റേ ATMൽ കൊണ്ടുപോയിട്ടു, പൈസ ഇട്ടു. അപ്പൊ സത്യത്തിൽ ATM പരിശോധിച്ചപ്പോ, ഇവര് അക്കൗണ്ട് പരിശോധിച്ച സമയത്ത് ഇവിടുത്തെ ATMന്റെ കോഡും ശ്രീനഗറിലെ ATMന്റെ കോഡും തമ്മിൽ സാമ്യമുണ്ട്. ആ സാമ്യത വെച്ച് കാച്ചിയതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പണവും വന്നിട്ടില്ല എന്ന് ഞങ്ങളുടെ ഓഡിറ്റ് വെച്ചുകൊണ്ട് ഇവർക്ക് മുന്നിൽ സമർത്ഥിച്ചതാണ്. ഇതേപോലെ തന്നെ അബ്ദുൾ റാഷിദ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ അബ്ദുൾ റാഷിദ് പഠിപ്പിച്ചിട്ടില്ല. പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെ ഒരു 4 വർഷത്തോളം അദ്ദേഹം ഞങ്ങളുടെ ട്രെയിനർ ആയിരുന്നു. ഇംഗ്ലീഷിന്റെയും മാത്തമാറ്റിക്സിന്റെയും ട്രെയിനർ ആയിരുന്നു. ആ ഇംഗ്ലീഷിന്റെയും മാത്തമാറ്റിക്സിന്റെയും ട്രെയിനിങ് അദ്ദേഹം ടീച്ചേഴ്സിനാണ് കൊടുത്തത്, കുട്ടികൾക്കല്ല. കുട്ടികൾക്ക് അദ്ദേഹം ആ രൂപത്തിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടില്ല. ഈ മാത്തമാറ്റിക്സിന്റെയും ഇംഗ്ലീഷിന്റെയും ട്രെയിനിങ്ങിന്റെ നടുവിൽ, അതാണ് പോലീസിന്റെ ഒരു ഭാഷ്യം, നടുവിൽ തീവ്രവാദം പറഞ്ഞുകൂടെ എന്നാണ്. തീർച്ചയായും സംശയിക്കാവുന്നതാണ്. അവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളുടെ മാത്സ് ടീച്ചേഴ്സ് എല്ലാവരും മുസ്ലിങ്ങളല്ല, സയൻസ് ടീച്ചേഴ്സ് എല്ലാവരും മുസ്ലിങ്ങളല്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. മാത്സ് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അമുസ്ലിങ്ങൾക്കും തീവ്രവാദത്തിന്റെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാകണം. അതേപോലെ തന്നെ സയൻസ് ടീച്ചേഴ്സിന് തീവ്രവാദത്തിന്റെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭീകരവാദത്തിന്റെ ട്രെയിനിങ് നോൺ മുസ്ലിം ടീച്ചേഴ്സിനും കിട്ടിയിട്ടുണ്ടാകും. പരിശോധിക്കാം, അന്വേഷിക്കാം. ആ അന്വേഷണത്തിന് തുറന്ന സമ്മതമാണ്. ഞാൻ ഞങ്ങളുടെ ടീച്ചേഴ്സിനെ, ഈ ആരോപണം വന്ന ഉടനെ തന്നെ എല്ലാ സ്കൂളുകളിലെയും ടീച്ചേഴ്സിനെ നേരെ തന്നെ സന്ദർശിച്ചിട്ട് അന്വേഷണത്തോട് 100% സഹകരിക്കണമെന്നും, ഞങ്ങൾക്കെതിരാണെങ്കിൽ പോലും ആ എന്തെങ്കിലും സത്യങ്ങൾ നിങ്ങൾക്കറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയണമെന്നും നേർക്ക് നേരെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് അന്വേഷിക്കാം, ഏത് സ്കൂളിലെയും ടീച്ചേഴ്സിനോട്.
യഥാർത്ഥത്തിൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. സത്യത്തിലെ ഈ ആരോപണങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ മലയാളികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ കേരളത്തിലല്ല ജീവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 30 വർഷത്തോളം കാലമായി ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നയാളാണ്. ഞാനാണ് ഈ സ്കൂളിന്റെ മാനേജിംഗ് ഡയറക്ടർ. ഞാൻ എന്റെ പൊതുസമൂഹത്തിലെ 30 വർഷമായിട്ടുള്ള പ്രൊഫൈൽ നിങ്ങൾ പരിശോധിക്കുക. ഞാനിവിടെ 100 പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്ലാമികമായ ഭൂമികയിൽ 100 പ്രസംഗങ്ങൾ, അതെല്ലാം യൂട്യൂബിൽ ഉപലബ്ധമാണ്. അതേപോലെ തന്നെ 40-ലധികം പുസ്തകങ്ങളുടെ രചയിതാവാണ് ഞാൻ. ഈ പ്രസംഗങ്ങളിൽ, ഈ പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും ഭീകരവാദത്തിന്റെ ഒരംശം പറയാൻ നിങ്ങൾക്ക് കഴിയോ? ഒരംശമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയോ? ഞാൻ വെല്ലുവിളിക്കാണ്. യഥാർത്ഥത്തിൽ അതേപോലെ തന്നെ കേരളത്തിൽ തീവ്രവാദി പ്രസ്ഥാനങ്ങൾ പല രൂപത്തിലുണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ തീവ്രവാദങ്ങൾ എല്ലാം കടന്നു വരുന്ന സമയത്ത് അതിന്റെ മറുപക്ഷത്ത് അവർക്കെതിരെ പുസ്തകം എഴുതാനും അവർക്കെതിരെ പ്രസംഗിക്കുവാനും അവരുടെ ആശയങ്ങൾ എതിരെന്ന് പറയുമ്പോൾ ആശയങ്ങൾ ഇസ്ലാമികമല്ലെന്ന് സ്ഥാപിക്കുവാനും ആയിരുന്നു, ആ പക്ഷത്തായിരുന്നു ഞാനുണ്ടായിരുന്നത്. നമുക്ക് പരിശോധിക്കാം. എന്റെ പുസ്തകങ്ങളിൽ തന്നെ 5 തീവ്രവാദത്തിന്റെ വാദങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ഞാൻ ഇവിടെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മലയാളി പത്രപ്രവർത്തകർ, മലയാളി മാധ്യമ പ്രവർത്തകർ അതേപോലെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് തന്നെ നമുക്ക് സത്യത്തിൽ ഉണ്ടായിരുന്ന മതിപ്പ് നഷ്ടപ്പെടുക. പത്രപ്രവർത്തകൻ എന്നെല്ലാം പറഞ്ഞാൽ, മീഡിയ പ്രവർത്തകൻ എന്നെല്ലാം പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ 3ാം കണ്ണിന്റെ സംരക്ഷകരാണ് എന്നും യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ ലോകത്തിന്റെ മുന്നിൽ എത്തിക്കുന്നവരാണ് എന്നുമുള്ള ധാരണയെ തകർക്കുന്ന രൂപത്തിലാകരുത് മീഡിയ പ്രവർത്തകരുടെ പ്രവർത്തനം എന്നാണ് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത്.